ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇന്റർനാഷണൽ ലെവലിൽ കൈറ്റ് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. അതും നമ്മുടെ അഹമ്മദാബാദിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഫുൾ ഗ്യാങ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു 4 പേരായിട്ട് ഊബർ വിളിച്ചിട്ട് പോവാണ്. അങ്ങനെ ഇവിടെ സ്പോട്ട് തേടും വല്ല നോക്കുമ്പോൾ മൊത്തത്തിൽ തിരക്ക്. നമുക്ക് കിട്ടിയ ഡ്രൈവർ അടിപൊളിയായതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് വരെ എത്താനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കേണ്ടി വരുമെന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി നടന്ന സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ പുറത്തെത്തിയപ്പോൾ തന്നെ കുറേ പട്ടങ്ങളോട് പാക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറി. അങ്ങനെ കയറി വന്നപ്പോൾ അതേണ്ട ഒരു ആനയുടെ തല കിടന്ന് പറക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴാണ് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഫുഡ് സ്റ്റാൾസ് കണ്ടത്. എല്ലാ ഷോപ്പുകളിലും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കുറച്ചുകൂടി ഒന്ന് നടന്നു വന്നപ്പോഴേക്കും ഫുഡ് സ്റ്റാൾ മാത്രമല്ല, ഇവിടെ നമുക്ക് ഹാൻഡിക്രാഫ്റ്റിൻ്റെ കുറച്ച് സ്റ്റാളും കൂടി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. നമ്മുടെ ഫുൾ ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പട്ടം പറത്തുന്നത് കുറച്ചു നേരം കണ്ടപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത്. നമ്മൾ കാണാൻ വന്ന കൈറ്റ് ഫെസ്റ്റിവൽ ഇങ്ങനെയല്ലായിരുന്നു എന്ന്. സംഭവം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് ചുറ്റും നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു പോയിരുന്നു. വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം ഇതൊക്കെ നോക്കി നിന്നു. കുറച്ചു നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം പിന്നെ അത് കാണാനായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടുന്ന് ഫ്ലവർ ഷോ നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറി. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഫ്ലവർ ഷോന്റെ ലാസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെയും. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പോകുന്നത്. തിരിച്ചു വരുന്ന നേരത്തെ നല്ല ട്രാഫിക്കുകളുണ്ട്. നല്ലപോലെ സമയം എടുത്തായിരുന്നു നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. ഒരു സമയമായപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നല്ല ചൂടുള്ള ജിലേബി. അങ്ങനെ അതും വാങ്ങി പാക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. വരണ വഴിക്ക് തന്നെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ